കുബേർ കുഞ്ചി ഭാഗ്യം കൊണ്ടുവന്നില്ല. കുബേർ കുഞ്ചു വാങ്ങി കബളിപ്പിക്കപ്പെട്ടവർ പരാതി നൽകിയതോടെ വിൽപ്പനക്കാർ അറസ്റ്റിലായി. അന്ധവിശ്വാസികളായ മനുഷ്യർ പുതിയ കാലത്തിന് യോജിച്ചവരല്ല. ഇത്തരക്കാർ സ്വയം വഞ്ചിതരാകുന്നതിനൊപ്പം സമൂഹത്തിനും ശാപമാണ്. കുബേർ കുഞ്ചി, നാഗമാണിക്യം തുടങ്ങി സകല തട്ടിപ്പിനും ഇവർ തലവയ്ക്കും. ടെലിവിഷനിൽ അരമണിക്കൂർ നീളുന്ന അന്ധവിശ്വാസ ഷോയിലൂടെയാണ് തട്ടിപ്പ്. വെബ്സൈറ്റ്, പത്രം തുടങ്ങി സകല മാധ്യമങ്ങളിലൂടെയും പരസ്യം നൽകും. ഇതിനു പിന്നാലെ പോയി വഞ്ചിതരാകുന്നവരെല്ലാം കെട്ടിയിട്ട് തല്ലണം. ഇത്തരത്തിലുള്ള അമ്മയും മകനും അടക്കം 2 തട്ടിപ്പ് സംഘങ്ങൾ കൊച്ചിയിൽ പിടിയിലായി. ടെലിമാർക്കറ്റിംഗ് പരസ്യങ്ങളുടെ മറവിൽ വൻ തട്ടിപ്പ് നടത്തിയ സംഘമാണ് ആദ്യം കുടുങ്ങിയത്. സമ്പന്നനാകാൻ ധനാകർഷണ യന്ത്രം വാങ്ങിയാൽ മതിയെന്നായിരുന്നു ഇവരുടെ പ്രചാരണം. തട്ടിപ്പിനിരയായവർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നടപടി. ഇൻഡോർ കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന ടെലിമാർക്കറ്റിംഗ് കമ്പനിയാണ് കുബേർ കുഞ്ചി എന്ന പേരിൽ ധനാകർഷണ യന്ത്രം വിറ്റിരുന്നത്. കുബേർ കുഞ്ചി എന്ന താക്കോലിന്റെ ആകൃതിയിലുള്ള വസ്തു വീട്ടിലോ സ്ഥാപനങ്ങളിലോ വെച്ചാൽ പെട്ടെന്ന് ധനികനാകുമെന്നും ലോട്ടറി അടിക്കുമെന്നുമൊക്കെയായിരുന്നു പ്രചാരണം. കടവന്ത്ര കേന്ദ്രമാക്കിയായിരുന്നു കേരളത്തിലെ ഫ്രാഞ്ചൈസി. 3375 രൂപ വിലയുള്ള കുബേർ കുഞ്ചി വാങ്ങി 45 ദിവസത്തിനകം ഫലപ്രാപ്തി ഉണ്ടായില്ലെങ്കിൽ പണം തിരികെ നൽകുമെന്നായിരുന്നു വാഗ്ദാനം. 45 ദിവസം കാത്തിരുന്നിട്ടും ഫലമുണ്ടായില്ല. ഒടുവിലാണ് കുബേർ കുഞ്ചി തട്ടിപ്പാണെന്ന് തിരിച്ചറിഞ്ഞത്. ഇങ്ങനെ വലിയ ഭാഗ്യം കാത്തിരുന്ന് തട്ടിപ്പിനിരയായവർ തന്നെയാണ് പോലീസിൽ പരാതിപ്പെട്ടത്. 45 ദിവസം ഇവർ പറയുന്ന പണിയൊക്കെ, ഇവരുടെ പണിയൊക്കെ പല പണികളും മാറ്റിവെച്ച് കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും അവർക്ക് ആർക്കും ഫലം ഉണ്ടായില്ല. ഫലം ഉണ്ടാകാത്തതിനെ തുടർന്ന് ഇവരുടെ അടുത്ത് പൈസ തിരികെ ആവശ്യപ്പെട്ടു. പൈസ തിരികെ ആവശ്യപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇവർ ആദ്യമൊക്കെ ഫോൺ എടുത്തിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഫോൺ എടുക്കാതെയും ഇവരുടെ ഓഫീസ് ഇന്ന സ്ഥലത്താണെന്ന് ആരുടെ അടുത്തും അവർ പറയാറില്ല. ഒരു ബോർഡ് വരെ ഇല്ല. ഇതിപ്പോൾ കടവന്ത്രയിലാണ് ഇവരുടെ ഓഫീസ് ഉള്ളത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ ഒരു സ്ഥാപനത്തിന്റെ ഒരു ഓഫീസാണെന്ന് പറയാൻ പറ്റില്ല. ഒരു വീടിന്റെ ഒരു ഭാഗമാണ് ഇവരുടെ, വെൽ ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. പക്ഷെ അവരൊരു ബോർഡ് വരെയും അവിടെ വെച്ചിട്ടില്ല. കുബേർ കുഞ്ചി കേരളത്തിൽ വിൽപ്പന നടത്തിയിരുന്ന പാലക്കാട് സ്വദേശി മോഹൻദാസ്, സ്ഥാപനത്തിലെ ജീവനക്കാരായ അട്ടപ്പാടി സ്വദേശി സേതുമാധവൻ, ആലപ്പുഴ സ്വദേശി സോളമൻ എന്നിവരാണ് അറസ്റ്റിലായത്. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി 6000-ഓളം ധനാകർഷണ യന്ത്രങ്ങൾ വിറ്റതായി ഇവർ ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചിട്ടുണ്ട്. ഇവരിങ്ങനെ നമ്മുടെ കസ്റ്റഡിയിലേക്ക് വന്നതെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ട് അടുത്തൊരാൾ പരാതിക്കാരനായിട്ട് വന്നിട്ടുണ്ട്. അയാൾ യഥാർത്ഥത്തിൽ ഒരു അമ്പലത്തിലെ ശാന്തിക്കാരനായിരുന്നു. വളരെ സമൂഹത്തിൽ നല്ല സ്ഥാനമാനങ്ങളുള്ള ഒരാൾ, അയാളെ കണ്ടു കഴിഞ്ഞാൽ ജനങ്ങൾ ബഹുമാനിക്കുന്ന ഒരാൾ, അങ്ങനത്തെ ഒരാളായിരുന്നു. അപ്പം അങ്ങേരിപ്പോൾ വന്നിട്ട് എന്റെ മുമ്പിൽ വെച്ചിട്ട് അങ്ങേരുടെ പ്രയാസങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങേരുടെ ഈ സാധനം ഒന്ന് വാങ്ങിച്ചു വെച്ചു. സ്വാഭാവികമായിട്ട് ഇനിയിപ്പോൾ പൈസ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇതായിക്കോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങേര് ഇത് വാങ്ങിച്ചു വെച്ച് അധികം വൈകാതെ തന്നെ അങ്ങേരെ ശാന്തിജോലി നഷ്ടപ്പെട്ടു. പിന്നെ രണ്ടാമത് കുടുംബത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങി. പുള്ളി പറഞ്ഞേക്കുന്നത് ഇത് മേടിച്ചു വെച്ച് അന്ന് തുടങ്ങിയിട്ട് ഞാൻ മര്യാദയ്ക്കൊന്നും ഉറങ്ങിയിട്ടില്ല. സമാനമായ മറ്റൊരു സംഭവത്തിലാണ് അമ്മയും മകനും അറസ്റ്റിലായത്. നിധി കിട്ടിയ സ്വർണം ഉപയോഗിച്ച് നിർമ്മിച്ച ലോക്കറ്റുകൾ എന്ന പേരിൽ വീടുകളിലെത്തി തട്ടിപ്പ് നടത്തിയ അമ്മയെയും മകനെയും ഷാഡോ പോലീസ് തന്നെ പിടികൂടി. ഗുജറാത്ത് സ്വദേശിയായ ജീവൻ, ഇയാളുടെ മാതാവ് ശാന്താദേവി എന്നിവരാണ് പിടിയിലായത്. ലോക്കറ്റ് ഒന്നിന് 4000 രൂപയ്ക്കാണ് ഇവർ വിറ്റിരുന്നത്. ഇതും വാങ്ങി കബളിപ്പിക്കപ്പെട്ടത് അന്ധവിശ്വാസികൾ തന്നെ. മനോരമ